ദേവരാജൻ മാസ്റ്റർ മ്യൂസിയത്തെ പറ്റിയുള്ള വിശേഷങ്ങളുടെ 1-ാം ഭാഗം നിങ്ങൾ കണ്ടു കാണുമല്ലോ. 1-ാം ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. 1-ാം ഭാഗം കാണാത്തവർ ദയവായി അത് കാണുക. 2-ാം ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ മകൻ ആദ്യത്തെ മകളാണ്, ഷർമിള തന്നെയാണ്. അപ്പോൾ അത് ക്യാമറ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടം. കുട്ടികളെ ഈ കൊല്ലത്തായിരുന്നു താമസം. ഈ കുട്ടി ജനിച്ച് അപ്പം അന്ന് പിന്നെ അവധി സമയത്ത് ഇവർ വുഡ്ലാൻഡ്സ് റോഡിൽ കൊണ്ട് താമസിക്കും. വയലാർ ഒരു മുറിയിൽ, ദേവരാമസ് ഇപ്പുറത്തെ മുറിയിൽ. അപ്പോൾ പാട്ട് എഴുതി കൊടുക്കുക. രാവിലെ ആകുമ്പോൾ പാട്ട് മാസ്റ്റർ മുറിയിലെത്തും. ഇവർ ഒരുമിച്ച് ഒരു ഡിസ്കഷൻ പോലും ഇരുന്നിട്ടില്ല. അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്നിട്ടില്ല. മാസ്റ്റർ പാട്ട് എഴുതി പ്രൊഡക്ഷൻ മാനേജർ വന്ന് മേടിച്ച് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ചു വയ്ക്കത്തുള്ളൂ. ഒരുമിച്ച് ഒരിക്കലും മാസ്റ്റർ ആരെ ഡിസ്കഷന് വേണ്ടി ഇരുത്തത്തില്ല. അവിടെ വിശ്വസിക്കാൻ പറ്റില്ല. മാസ്റ്റർ അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അതെ അതാണ്. പക്ഷേ വയലാറിന് അറിയാം തൻ്റെ വരികളെ ഒരു കേടും കൂടാതെ അദ്ദേഹം അങ്ങ് അറ്റത്തെ നിലയെത്തിക്കുന്ന, അതുകൊണ്ട് ശ്രദ്ധിക്കാറേയില്ല. അപ്പം ഈ ഷർമിളയ്ക്ക് പിന്നെ അച്ഛനെ കാണാതെ പനി വന്നിരിക്കുക. മാസ്റ്റർക്ക് അവിടെ ഇരിക്കുമ്പോൾ ടെൻഷൻ. അങ്ങനെയാണ് അവർ കൊല്ലത്തുനിന്ന് താമസം മാറി മദ്രാസിൽ വീട് വയ്ക്കുന്നത്. അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് കുടുംബമായിട്ട്. ഇത് 2-ാമത്തെ മകനാണ്. ഇപ്പം ഷർമിള കുറച്ചുകൂടെ വളർന്ന്. ഇത് രാജനന്ദ മകനാണ്. മകനിപ്പം റഷ്യയിലൊക്കെ പഠിച്ച എഞ്ചിനീയർ. മകൻ്റെ മകനും എഞ്ചിനീയറാണ്. ഇപ്പം മദ്രാസിൽ അമ്മയുടെ കൂടെ ഉണ്ട്. ഇപ്പം ഇത് ഒരു പാട്ട് ഞാൻ പറയാം. ഇത് മാധുര്യമ്മ കറക്റ്റ് അറിയാം. ആദ്യത്തെ ഫോട്ടോ ആണ് ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നഗരം സാഗരം എന്നൊരു സിനിമയാണ്. ഇതിലെ നായികയാണ് സുമിത്ര. അന്ന് പൂജാ സമയത്ത് നായകനെ വരും. ഒരു പാട്ടുണ്ട് തമ്പി സാർ എഴുതി. തെന്നലിൻ ചുണ്ടിൽ തോടിരാഗം തെങ്ങോലക്കാറ്റിൽ ആദിതാളം എന്ന പാട്ടിന് റെക്കോർഡിങ് വേളയാണ്. ചിത്രം നഗരം സാഗരം. ഇനി ഏത് വർഷത്തെയാ ഇത്? 75. ഇനി ഇത് വാടാമലർക്ക് 2 ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഒരേ പേരെന്ന് വയലാർ ദേവരാജൻ അറിയപ്പെടുന്ന ആൾക്കാരാണ്. ഞാൻ ചെറുപ്പത്തിൽ കരുതിയത് രണ്ടും ഒരാളായിരുന്നു. വയലാർ ദേവരാജൻ. ശരത്തും അവരെ വീട്ടിൽ പലരും അന്വേഷിച്ച് വരാറുണ്ട് വയലാറിൽ. ഇത് വയലാർ ദേവരാജന്റെ വീടാണോ എന്ന് ചോദിച്ചത്. അങ്ങനെ ജന്മം തന്നെ അത്. ഇനി ഇത് വയലാർ അപൂർവമായിട്ട് മാത്രമേ വൈഫിനെ ചെന്നൈയിൽ കൊണ്ടുവരാറുള്ളൂ. അങ്ങനെ ഒരു വേളയിൽ ഭാരതി തമ്പുരാട്ടിയാണിത്. വളരെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കണ്ടോ. ഇത് ഇളയ മകൾ സിന്ധു, മനസ്സിലായല്ലേ? ഇന്ദുലേഖാണ് മൂത്തത്. സിന്ധു പക്ഷെ ഇപ്പോഴില്ല, മരിച്ചുപോയി. ക്യാൻസർ ഒക്കെ വന്ന് 22-ലാണ്, 21-20 കോവിഡ് സമയത്തായിരുന്നു ക്യാൻസറായിരുന്നു, മരിച്ചുപോയി. മകള് കൊണ്ട് വയലാർ ഇവർ കുടുംബത്തോട് റെക്കോർഡിങ് കാണിച്ചു കൊടുക്കുക. മാസ്റ്ററിന്റെ റെക്കോർഡിങ് കാണിച്ച മാസ്റ്റർ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ അപൂർവ ഫോട്ടോകളാണ്. ഇത് വയലാർ മരിച്ചപ്പോൾ വയലാറിൻ്റെ ട്രസ്റ്റ് രൂപീകരിച്ചു ആ കുടുംബത്തെ സഹായിക്കാൻ. അപ്പം അന്ന് മുഖ്യമന്ത്രിയായിട്ട് അച്യുതമേനോനാണ് എൻ്റെ ആള്. അപ്പം അച്യുതമേനോന് വയലാറിൻ്റെ ഒരു LP റെക്കോർഡ് കൊടുത്തപ്പോൾ അച്യുതമേനോൻ പറയും, ഇത് ഇടാൻ എൻ്റെ അതിൽ പ്ലെയർ ഇല്ലെന്ന്. ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പ്ലെയർ ഇല്ലെന്ന്. അത്തരം മാസം അത് ഓർത്ത് ചിരിക്കുക കേട്ടിട്ട്. ഒരു മുഖ്യമന്ത്രിയുടെ ലാളിത്യം നമ്മൾ അറിയേണ്ട. അവരടുത്ത് അവർ റെക്കോർഡ് പറയുന്ന മാസം അന്തം പിടി ചിരിക്കുവാണ്. ആ സൗഹൃദത്തിന്റെ ഫോട്ടോയാണ്. അന്നത്തെ എല്ലാ ആൾക്കാരെല്ലാവരും എന്ത് സിമ്പിൾ മാസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ്. ഇത് ദേവരാജ മാസ്റ്റർക്ക് ഒരുപാട് സിനിമയിൽ തിരക്കായപ്പം സ്വന്തം സമ്മതിയായ കാളിദാസ കലാകേന്ദ്രത്തിന് ഒരു ഹാർമോണിസ്റ്റ് കൊണ്ട് പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. മാസ്റ്റർ ചിട്ടപ്പെടുത്തിയിട്ട് പോകും. അങ്ങനെ മണവാളൻ ജോസഫിൻ്റെ ചേട്ടൻ രാജപ്പൻ എന്നൊരാളുണ്ട്, തബലിസ്റ്റ. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നു അർജുന മാസ്റ്റർ. അങ്ങനെ അർജുന മാസ്റ്റർ പിടിച്ചുകൊണ്ട് വന്ന് കാളിദാസ കലന്തത്തിലാക്കി. അങ്ങനെ മാസ്റ്ററിൻ്റെ ആദ്യത്തെ ശിഷ്യനാണ് അർജുന മാസ്റ്റർ വരുന്നത്. അതെ. ഇത് ദേവരാജ മാസ്റ്റർ തിരുവനന്തപുരത്ത് വന്ന് 85-ൽ രാജശ്രീ എന്നൊരു കാസറ്റ് കമ്പനി തുടങ്ങി. രാജശ്രീ എന്ന് പറഞ്ഞിട്ട്. അതെ അത് തന്നെയാണ് രാജശ്രീ. ദേവരാജൻ്റെ ശ്രീ അത് തന്നെ രാജശ്രീ. അപ്പോൾ അത് ദേശഭക്തി ഗാനങ്ങളാണ് ആദ്യമായിട്ട് ഇറക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയാണ് കരുണാകരനായിരുന്നു എൻ്റെ ഉദ്ഘാടനം. മാസ്റ്ററിൻ്റെ സുഹൃത്തും സതീർത്ഥ്യനുമായിരുന്ന പരവൂരുകാരനായിരുന്ന മന്ത്രി CV പത്മരാജൻ അധ്യക്ഷം വഹിച്ചു. അപ്പോൾ നമ്മുടെ ദേവരാജശ്രീ എന്ന് പറയുന്ന അതിലെ രാജശ്രീ ഉത്ഭവിച്ചത് മാസ്റ്ററുടെ തന്നെ കാസറ്റ് കമ്പനി. ആ രാജശ്രീയുടെ ഉദ്ഘാടനമാണ് ഇപ്പൊ. അതെ. ഇത് ഒരു റിസപ്ഷൻ ഏതൊരു ചടങ്ങിൽ രണ്ടുപേരും കൂടെ കാപ്പി കുടിച്ച് കുശലം പറയുവാണ്. അങ്ങനെ ചെറുപ്പപ്രായം. ഇതും അതേ കണക്ക് തന്നെ
റെക്കോർഡിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു വേളയാണ് ഇതൊക്കെ. മാധുര്യമ്മ, ആ. ദാസ് സാർ. ഇത് യൂസഫലി കേച്ചേരി ഒരു അവാർഡ് മാസ് 50 വർഷം തികഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ശില്പം ആ ശില്പം കൊടുക്കുന്ന ഒരു വേളയാണിത്. KP ഉമ്മറും ദേവരായ മാസുമായിട്ട് KPSCയിലേ ഉള്ള പരിചയം. കരുണ സിനിമ എടുത്തപ്പോൾ ഉപഗുപ്തനായിട്ട് ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്കപ്പൻ മാസ്റ്റർ, സംവിധായകൻ. മാസ്റ്ററിൻ്റെ ഒരു രക്ഷകർത്താത്തിന് തുല്യമായിരുന്നു ഈ തങ്കപ്പൻ മാസ്റ്റർ. അന്നൈ വേളാങ്കണ്ണി, കാരണം അതെ. അപ്പോൾ അദ്ദേഹം ഉപഗുപ്തന്റെ വേഷം നോക്കി മാസ്റ്റർ പറഞ്ഞു ഇതേ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മറിന്റെ ഒരു വില്ലൻ റോളിൽ നിന്നൊരു മാറ്റമായിരുന്നു ഉപഗുപ്തൻ. നല്ല സൗഹൃദമായിരുന്നു അവർ തമ്മിൽ. ഇത് FFA ഫിലിം ഫാൻസ് അസോസിയേഷൻ ഫിലിം ഫെയർ മോഡലിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അന്ന് അവാർഡ് തുടങ്ങിയിട്ടില്ല. കൊല്ലത്ത് ഒരു ഫിലിം ഫാൻസ് അസോസിയേഷൻ, അതിൻ്റെ ആദ്യത്തെ അവാർഡ് ഇന്ന് മാസ്റ്റർ സൂക്ഷിക്കുന്ന ആദ്യത്തെ അവാർഡ് 68 67 ചിത്രമേളയിലെ പടത്തിന് 68 അവാർഡ് കൊടുത്തു. മാസ്റ്റർ ഈ മോഡലിലുള്ള അവാർഡ് 50 വർഷം കഴിഞ്ഞപ്പം എല്ലാവർക്കും കൊടുത്തു. ഇതും നമ്മളൊരു അതെ അതെ. ഇതിൻ്റെ ഈ ഒരു ഫോട്ടോയുടെ ഒരു സ്വാതന്ത്ര്യം നോക്കണം. ഈ ബാലമുരളികൃഷ്ണൻ വലിയ സംഗീതജ്ഞൻ നമ്മുടെ ഇന്ത്യയില്. മാസ്റ്ററിന്റെ ആ ഒരു സൗഹൃദം കണ്ട, കൈ പിടിച്ചേക്കുന്ന കണ്ടോ, അതാണ് സൗഹൃദം. അവർ തമ്മിൽ ഇണപരിയാത്ത കൂട്ടുകാരെ പോലെ ആയിരുന്നു അവര്. മാസ്റ്റർ മകന്റെ കല്യാണത്തിന് വരികയാണ് അദ്ദേഹം. അതെ അതെ അതെ. ഇത് കുടുംബ ഫോട്ടോ ആണ് കേട്ടോ. ഇത് മകൾ ഓസ്ട്രേലിയയിലാണ്, മരുമകൻ ഇവരെല്ലാം ഓസ്ട്രേലിയയിലാണ്. മകൻ ആദ്യത്തെ ഡോക്ടറാണ്. ഇത് മകൻ രാജനന്ദ എഞ്ചിനീയറാണ്, മരുമകൾ നിഷ. ഇത് കൊച്ചു അമ്മോനെപ്പോൾ എയറോനോട്ടിക് എഞ്ചിനീയർ ആയിപ്പോൾ. ഇത് കുടുംബം. ഇത് കൊച്ചുമോൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഹാർമോണിയം ഇട്ട് ഒരാൾ ഫോട്ടോ എടുത്താണ്. തിരുവനന്തപുരത്തെ വീടാണത്. ഇത് അഗ്രജൻ്റെ ഷൂട്ടിംഗ് വേളയിൽ 2 ഗായകരുടെ നടുക്ക് എൻ്റെ ശില്പി നിൽക്കുവാണ്. ഈ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ട ഫോട്ടോയാണ്. ഇത് 63 കല്യാണം കഴിഞ്ഞ് 2004 41 വർഷത്തിന് ശേഷം വീണ്ടും ഈ കൊല്ലം ശാരദാമഠത്തിൽ വരികയും അപ്പോൾ മാസങ്ങളിൽ ചന്ദനം തൊടാറുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഏതായാലും കല്യാണം നടന്ന അമ്പലമല്ലേ, ഒരു കോരി തൊട്ടവന് കൊടുത്ത്. എന്നാൽ അമ്മ ഒരു നോട്ടം നോക്കിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ. അതെ 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 അതെ. 50 വർഷത്തെ മലയാള ചലച്ചിത്ര സംഗീതം ദേവരാമ സംഘടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ശില്പിക്ക് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് TN ജയക്കൂടെ സമ്മാനിക്കുകയാണിത്. ശില്പിക്ക് മാസ്റ്ററാണ് സംഘടിപ്പിച്ചത്. അത്രയും വലിയ ഗവൺമെന്റ് സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടിയാണിത്. മാസ്റ്റർ നടത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ ഒരു 50 വർഷത്തെ പറ്റി നമുക്ക് പ്രേക്ഷകരോട് ഒരുപാട് കാര്യം പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ഇതിനോട് പറയാം. ഫോട്ടോ, ഈ ഒരു ഫോട്ടോ വളരെ ഇവിടെ വരുന്ന മ്യൂസിയത്തിൽ വന്ന എല്ലാവർക്കും മാസ്റ്റർ നേരിട്ട് കാണുന്നതിന് തുല്യമാണ്. തോന്നുന്നില്ലേ ഇത്? ശരിക്കും എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു. എന്താന്ന് അറിയില്ല, അത് ശരിക്കും മാസ്റ്റർ നിൽക്കുന്ന പോലെ. ആ കണ്ണ് കണ്ടോ, നമ്മളെ നോക്കി സംസാരിക്കുമല്ലേ, അതിലൊന്ന് കയ്യിലൊന്ന് പിടിച്ചു വെക്കണ്ട. ഇതൊന്ന് എടുത്തോ ഫോട്ടോ. ഇത് കണ്ടു നോക്കണം. ഇത് നിങ്ങൾ കണ്ടു നോക്കണം. ഈ കാണുന്നവരെ ഈ ഫോട്ടോ കണ്ടു നോക്കണം. ഇവിടെ വരുന്നവരെ മാസ്റ്ററിന്റെ ആത്മാവ് ഇന്ന് ഇതിനകത്തുണ്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട്. ഇത് ജിജോ, അതെ ജിജോ എന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് പകർത്തിയത്. 2004 അദ്ദേഹം എടുത്ത ഫോട്ടോ ആണ്. അത് 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. പക്ഷെ ഇത് മ്യൂസിയം അടച്ചിട്ട് പോകുമ്പോൾ ഞാൻ ഞെട്ടിപ്പോ എടാ എന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു. അത് ഞാൻ വരുമ്പോഴും ഇറങ്ങുമ്പോഴും തൊഴുതിട്ടാണ് ഇറങ്ങുന്നത് ഇവിടെ നിന്ന്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ മാസ്റ്ററെ പറ്റി പറയാൻ, മാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്ന അവസാനം ചിതയ്ക്ക് തീ കൊളുത്തിയ മധുവങ്കിൾ, മകനെ പോലെ കണ്ട മധുവങ്കിൾ തന്നെ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നതൊക്കെ എന്തോ ഒരു നിമിത്തമാണ്. തീർച്ചയായും അതൊരു ഭാഗ്യമാണ്. മാസ്റ്റർ തന്നെ ഏൽപ്പിച്ചായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും അത് പറഞ്ഞ വളരെ സത്യമാണ്. അതെ, പ്രേക്ഷകർക്കൊക്കെ ഇവിടെ വരണമെങ്കിൽ തിങ്കളാഴ്ച ഒഴികെയുള്ള സമയത്തെല്ലാം മധുവങ്കിൾ ഇവിടെ ഉണ്ടാകും. 10 മണി തൊട്ട് 1 മണി വരെയും ഉച്ചയ്ക്ക് 3 തൊട്ട് 6 വരെയും തിങ്കളാഴ്ച അവധി. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ പ്രേക്ഷകർക്ക് വന്നാൽ ഈ കഥകളെല്ലാം മധുവങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ, അത് കേൾക്കുമ്പോഴേ അതിന്റെ ആ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോ നല്ല ത്രില്ലിലാണ് ഇത് കേൾക്കുന്നത്. ഈ സന്തോഷം എല്ലാവരും പകരണം. അതിനു വേണ്ടിയാണ് എല്ലാവരും സംഗീതം ആസ്വദിക്കുന്നവരും കേരളത്തിൽ ലോകം മൊത്തമുള്ള ദേവരാമ ആരാധകർ ഇവിടെ വരട്ടെ. ആതിരയുടെ ഈ വാക്കുകൾ നന്നായിരിക്കട്ടെ. ദേവരാജൻ മാസ്റ്റർ മ്യൂസിയത്തെ പറ്റിയുള്ള ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ കേൾക്കാവുന്നതാണ്.